ഹായ്, ഞാൻ ഷീമ. ഇതുപോലെ നമുക്ക് കുറേ പൂക്കളൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ടേബിളിലും ടീപ്പോയിലൊക്കെ വെച്ചാൽ അടിപൊളിയായിരിക്കില്ലേ? പൈപ്പ് ക്ലീനർ കൊണ്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. കുറേ നാളായി ഞാൻ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. പൈപ്പ് ക്ലീനർ ഒരെണ്ണം ഊരിയെടുക്കാം നമുക്കതിൽ നിന്ന്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ലൈറ്ററിൻ്റെ ചുറ്റും ഇതുപോലെ ചുറ്റി കൊടുക്കുക. ഒന്നിൻ്റെ പുറത്ത് ഒന്ന് വരാത്ത രീതിയിൽ അടുത്തടുത്തായിട്ട് ചുറ്റി കൊടുക്കുക. എത്ര പെറ്റൽസാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും പെറ്റൽസിന് നമ്മൾ ചുറ്റി കൊടുക്കുക. ഇപ്പോൾ ചിലപ്പോൾ ചുറ്റി വരുമ്പോൾ കമ്പി തികയാണ്ട് വരും. അതായത് പൈപ്പ് ക്ലീനറിൻ്റെ കമ്പി ലൂസായിട്ട് ആ താഴേക്ക് ഉണ്ടാവാതെ വരണമെങ്കിൽ വേറൊരു കമ്പി വെച്ചിട്ട് ചുറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എല്ലാ പെറ്റൽസും ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിത് അകത്തി വെച്ച് കൊടുക്കുക ഓരോന്നും. അപ്പോൾ ഓരോ പെറ്റൽസായിട്ട് ഓരോ സൈഡിലേക്ക് നമ്മളിതുപോലെ കൈ കൊണ്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ പിപ്സ് ഒരു 5-6 എണ്ണത്തിൻ്റെ ഒരു ബഞ്ചായിരിക്കും അത്. അതിൽ നിന്ന് ഒരെണ്ണം ഊരിയെടുത്തിട്ട് നൂല് വെച്ചിട്ട് ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കുക. കണ്ടോ? എന്നിട്ട് ഒരു വിരലിങ്ങനെ അകത്തി വെച്ചിട്ട് ആ വിരലിൻ്റെ ചുറ്റും കൂടി ചുറ്റിയിട്ട് ഉള്ളിൽ കൂടി കോർത്തെടുക്കുക. അതായത് ചുറ്റിയ സ്ഥലത്ത് തന്നെ തിരിച്ച് വന്നിട്ട് ഉള്ളിൽ കൂടി കോർത്ത് എടുക്കുക. ഇനി അത് മനസ്സിലാവാത്ത ഫ്ലവർ കെട്ടണം മനസ്സിലാവാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി. ഞാനൊരു വീഡിയോയും കൂടി ചെയ്യാട്ടെ എങ്ങനെയാണ് ഫ്ലവർ കെട്ടണമെന്ന് ടൈറ്റായിട്ട്. ഞാനൊക്കെ എത്ര വലിയ ഫ്ലവർ ഉണ്ടാക്കിയാലും ഇതുപോലെ നൂല് കൈ കൊണ്ട് ചുറ്റിയാണ് എടുക്കുക, എന്നിട്ടാണ് കെട്ടുക കേട്ടോ. പക്ഷേ ഫ്ലവർ അവിടെ സെറ്റായിട്ട് നമ്മുടെ പെറ്റൽസൊക്കെ നല്ല എത്ര വെയിറ്റ് ഉണ്ടെങ്കിലും അവിടെ ഇരുന്നോളൂ കേട്ടോ. അതിന് ശേഷം നമ്മളുടെ പെറ്റൽ ഇതുപോലെയാണ് നമ്മൾ സൈഡിലേക്ക് ഒതുക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഫ്ലവർ സെറ്റായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ വെക്കേഷനൊക്കെ ആയിട്ട് കുട്ടികളൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും കുറേ ഉണ്ടാക്കി നിങ്ങളുടെ ടേബിളിലും ക്ലാസ്സിൽ പോകുമ്പോൾ ടീച്ചേഴ്സിനൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ കുറച്ച് പേരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇനിയും പുതിയ വീഡിയോസായിട്ട് വരാം. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ബൈ.